കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ ദൃശ്യ കൊലക്കേസ് പ്രതി മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഡിസംബർ 28-നാണ് പ്രതിയായ ബിനീഷ് ചാടിപ്പോയത്. ശുചിമുറിയുടെ പിൻഭാഗം തുരന്നാണ് അയാൾ രക്ഷപ്പെട്ടത്. കുറേ നാളുകളായി പോലീസ് തപ്പുകയായിരുന്നു. പോലീസിനെ ഏറെ പഴികേൽക്കേണ്ടി വന്ന ഒരു കേസ് കൂടിയാണ്. ദൃശ്യ കൊലക്കേസിലെ പ്രതിയാണ്. ഇയാൾ ചാടിപ്പോയി ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം പിടിയിലായിരിക്കുന്നു. ദീപക് ധർമ്മടൻ ചേരുന്ന വിശദാംശങ്ങളുമായി. ദീപക്, പോലീസിനെ വട്ടം ചുറ്റിച്ച പ്രതിയാണ്. ഇപ്പോൾ എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്? ഗോകുൽ, വളരെ കൃത്യമായി പറഞ്ഞാൽ പോലീസിന് മുൻപിൽ ഒരു വെല്ലുവിളിയായിരുന്നു കഴിഞ്ഞ 3 മാസക്കാലമായി ഈ പ്രതി വിനീഷ്. അതായത് ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. അവിടെ നിന്നും മാനസിക രോഗം പ്രകടിപ്പിക്കുന്നു. അങ്ങനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ വിചാരണ തടവുകാരനായ വിനീഷിനെ മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ 10-ന് കുതിരവട്ടത്ത് എത്തിച്ചു. അതിനുശേഷം ഡിസംബർ 29-ന് അർദ്ധരാത്രി 28-ന് അർദ്ധരാത്രിയിൽ 29-ന് പുലർച്ചെയോടെയാണ് വിനീഷ് ഈ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സെല്ലിൽ നിന്നും ചാടുന്നത്. പോലീസിനോ അല്ലെങ്കിൽ മറ്റാർക്കോ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ ഒന്നും ഒരു വിവരവും നൽകാത്ത വിധത്തിൽ ഇയാൾ ചാടുന്നു. ചാടിക്കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം അധികൃതർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു CCTV ദൃശ്യം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഇയാൾ കർണാടകത്തിലേക്ക് കടന്നു. മംഗളൂരുവിൽ ടവറിൽ നിന്നും ഇയാൾ മറ്റൊരാൾക്ക് വിളിച്ച ഫോൺ സന്ദേശം പോലീസിന് ലഭിച്ചു എന്നുള്ള വിവരം വരുന്നു. പോലീസ് ആ ഘട്ടത്തിലൊന്നും ആ വിവരങ്ങൾ പുറത്തു പറയേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ആ സമയത്ത് ഉണ്ടായിരുന്ന കോഴിക്കോട് സിറ്റി കമ്മീഷണർ നാരായണൻ, അത് കഴിഞ്ഞു വന്ന ജയദേവ്, ആ സമയത്ത് രൂപീകരിച്ച DCPയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നു. ആ സ്ക്വാഡിന്റെ പ്രവർത്തനത്തിലാണ് മഹാരാഷ്ട്ര അതിർത്തിയിൽ വെച്ചാണ് പിടികൂടിയത് എന്നുള്ളതാണ് വിവരം. മറ്റു വിശദാംശങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ദൃശ്യ കൊലക്കേസിലെ ഒരു കൊലക്കേസ് പ്രതിയാണ് കുതിരവട്ടത്തിൽ ചാടുന്നത്. കുതിരവട്ടത്തെ സുരക്ഷ മുഴുവൻ അവതാളത്തിലായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയ ഒരു സംഭവമാണ്. DGP രവത ചന്ദ്രശേഖരൻ നേരിട്ട് ഈ കേസിന്റെ അന്വേഷണ പുരോഗതി റിവ്യൂ ചെയ്തിരുന്നു. ആ ഘട്ടത്തിലൊന്നും പോലീസിന് ഒരു തുമ്പും കിട്ടാത്ത വിധത്തിലായിരുന്നു ഈ വിനീഷിന്റെ ചാട്ടവും തുടർന്നുള്ള പ്രവർത്തനവും. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല. പക്ഷെ എന്നാൽ ഇയാളുമായി ബന്ധമുള്ള ഒരാളെ മറ്റൊരു നമ്പറിൽ നിന്നും വിളിക്കുന്നു. ആ നമ്പറിനെ ചുവട് പിടിച്ചുകൊണ്ട് സൈബർ സെല്ലും ഹൈടെക് സെല്ലും കോഴിക്കോട് സിറ്റി പോലീസും മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ മാസങ്ങൾ കഴിഞ്ഞ്, അതായത് ഡിസംബർ 29 കഴിഞ്ഞ് ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും കഴിഞ്ഞ് ഏപ്രിലിലാണ് പിടിയിലാവുന്നത്. 3 മാസം പൂർണ്ണമായും പോലീസിനെ ചുറ്റിച്ച ഒരു പ്രതിയാണ്, ഒരു കൊടും കുറ്റവാളിയായ കൊലക്കേസ് പ്രതിയാണ് ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് പിടികൂടിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് സിറ്റി പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഗോകുൽ. ദീപക്, ഏതായാലും പലതവണ ഇയാൾ ജയിൽ ചാടാൻ ശ്രമിച്ചിട്ടുണ്ട്. മുമ്പ് കുതിരവട്ടത്ത് നിന്ന് 2022-ൽ ഒന്ന് പുറത്തു ചാടി, അന്ന് പിടികൂടി. അതിനുശേഷം കൊതുകുതിരി കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ കുതിരവട്ടത്തേക്ക് വീണ്ടും കൊണ്ടുവന്നതാണ്ട് 10-18 ദിവസം മാത്രമുള്ളപ്പോഴാണ് അവിടെ എത്തി ഇങ്ങനെ ഒരു ശുചിമുറിയുടെ പിൻഭാഗം തുരന്ന് അതിനുള്ളിലൂടെ നുഴഞ്ഞ് ഇറങ്ങി രക്ഷപ്പെടുന്നത്. പക്ഷേ പോലീസ് ആകെ ഇരുട്ടി തപ്പുകയായിരുന്നു. വലിയ നാണക്കേടുണ്ടാക്കി 4 പോലീസുകാർക്ക് സസ്പെൻഷൻ വരെ, അത്ര കടുത്ത നടപടികളിലേക്ക് പോയതാണ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഷൻ നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ഡിസംബർ 10-ാം തീയതിയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കുതിരവട്ടത്തേക്ക് എത്തിക്കുന്നു. ഈ കുതിരവട്ടത്ത് നിന്നും ചാടാൻ ഇയാൾ നേരത്തെയും ശ്രമം നടത്തിയിരുന്നു. അത്തരമൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. പക്ഷേ എന്നാൽ ആ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഈ കുതിരവട്ടത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസിന് ഈ കേസിൽ ആദ്യത്തെ തുമ്പ് ലഭിക്കുന്നത്. അതായത് കുടിക്കാൻ നൽകിയ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ടൈൽ ഇളക്കുന്നു. ടൈൽ ഇളക്കിയതിനു ശേഷം പിന്നീട് ഭിത്തി തുറക്കുന്നു. ഇത് കുറെ ദിവസം എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ CCTV ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിൽ പോലീസിന് ആ കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഈ കൊടും കുറ്റവാളി ചാടുന്നതിന്റെ ഒരു CCTVയും ലഭിച്ചില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അന്ന് 2 പേരും നമ്മളോട് പറഞ്ഞത്. അതായത് നാരായണൻ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് ജയദേവ് വന്ന് ചുമതലയേറ്റപ്പോഴും ഒരു CCTV ദൃശ്യങ്ങളും കിട്ടുന്നില്ല. മാത്രമല്ല ഇതൊരു സീസൺഡ് ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ എന്നാൽ ഇയാൾക്ക് ബന്ധമുള്ള ഒരു നമ്പറിലേക്ക് കർണാടക അതിർത്തിയിലെ ഒരു നമ്പറിൽ നിന്നും ഒരു കോൾ വരുന്നു. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നു. കർണാടകത്തിലെ ഉൾപ്രദേശത്ത് മഹാരാഷ്ട്ര അതിർത്തിയിൽ ഇയാൾ ഹോട്ടൽ ജോലി ചെയ്യുന്നു എന്ന വിവരവും
പുറത്തു വരുന്നു. അങ്ങനെ പോലീസിന്റെ മഫ്തി സ്ക്വാഡ്, അതായത് സിറ്റി പോലീസിന്റെ സ്ക്വാഡാണ് ഇതിൽ പിന്നീട് പ്രവർത്തിക്കുന്നത്. അതിനെ സഹായിച്ചുകൊണ്ട് നമ്മുടെ സൈബർ സെല്ലും ഹൈടെക് സെല്ലും പ്രവർത്തിക്കുന്നു. അങ്ങനെ സൈബർ സെല്ലിന്റെ വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ പോലീസിന് ഇതൊരു വലിയ വെല്ലുവിളി. കാരണം 4 പേരെ സസ്പെൻഡ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് കേസിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്നു. DGP തന്നെ കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നു. പക്ഷേ എന്നാൽ പ്രതിയെ കിട്ടുന്നില്ല. അത്തരമൊരു പ്രതിയെയാണ് 3.5 മാസത്തിന് ശേഷം ഇപ്പോൾ കേരള പോലീസ് ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലൂടെ പിടികൂടുന്നത്. പോലീസ് ഇതിൽ ഉപയോഗിച്ച ഒരു MO വളരെ രഹസ്യമായി വെക്കുക, ഈ കേസിനെ കുറിച്ചുള്ള ശ്രദ്ധയില്ല, അന്വേഷണമൊന്നും നടക്കുന്നില്ല എന്ന ഫീൽ വരുത്തുക എന്നതാണ്. അത്തരമൊരു വേളയിലാണ് ഈ പ്രതിയെ പിടികൂടാനായത് ഗോകുൽ. തീർച്ചയായും 2021 പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെരിന്തൽമണ്ണ സ്വദേശിയായ ദൃശ്യയെ ഈ പ്രതി വിൻസിയെ കുത്തി വീഴ്ത്തിയത്. അത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തിയ പ്രതി അതിനുശേഷം അയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു. കണ്ണൂർ ജയിലിൽ നിന്ന് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കുതിരവട്ടത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് 2022 ചാടിപ്പോകാൻ ശ്രമിച്ചു. അങ്ങനെ പുറത്തു കടന്നു. അവിടെ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് കൊതുകുതിരി കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് വീണ്ടും കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിലാണ് ഇയാളെ വീണ്ടും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത്ര റിപ്പറ്റേറ്റീവായി ഇത്തരത്തിൽ ജയിൽ ബ്രേക്കിംഗ് ടെൻഡൻസി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ജയിൽ ബ്രേക്കിംഗ് നടത്തിയിട്ടുള്ള ഒരു പ്രതിയെ ഒട്ടും ശ്രദ്ധയില്ലാതെ പോലീസ് അല്ലെങ്കിൽ ജയിൽ അധികൃതർ കൈകാര്യം ചെയ്തു എന്നോട് മനസ്സിലാക്കാൻ ഗ്ലാസ് കൊണ്ട്, കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന ഗ്ലാസ് കൊണ്ട് ഭിത്തി തുരന്നാണ് അയാൾ ദിവസങ്ങളോളം നീണ്ട്, അതായത് 18 ദിവസം മാത്രമാണ് കുതിരവട്ടത്ത് അവസാനമായി ഉണ്ടായിരുന്നത്. ആ 18 ദിവസത്തിനിടയിൽ ഇത്രയും പണി ഒപ്പിച്ച വിനീഷിനെ, അല്ലെങ്കിൽ അയാളുടെ ഈ ജയിൽ ചാട്ടത്തിലുള്ള ശ്രമങ്ങൾ, ഈ ജയിലിന്റെ ഭിത്തി തുരന്ന് പുറത്തു കടക്കാനുള്ള ശ്രമം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതേ തുടർന്നാണ് 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കർണാടക മഹാരാഷ്ട്ര അതിർത്തിയിൽ നിന്നാണ് ഇയാളെ മാസങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 3 മാസത്തിന് ശേഷമാണ് പിടികൂടുന്നത്. ഇയാൾ ചാടിപ്പോയതിന് പിന്നാലെ ഇങ്ങോട്ടേക്ക് ഒരു തുമ്പുമില്ലായിരുന്നു. ഒരു CCTV ദൃശ്യമോ എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ സഹതടവുകാരുടെ മൊഴിയോ ജയിലിലുള്ള എന്തെങ്കിലും ഒരു സൂചന പോലീസിന് ഇല്ലായിരുന്നു. അത് പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തുറന്ന് സമ്മതിച്ചതാണ്. ഏറ്റവും ഒടുവിൽ ചില ഫോൺ വിളികൾ, അതും കർണാടകത്തിൽ നിന്നുള്ള ചില നമ്പർ, ഇയാളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ചില ആളുകൾക്ക് വന്ന ഫോൺ കോൾ, അതിനെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ വിനീഷ് പിടിയിലായിരിക്കുന്നത്. ഏതായാലും ദൃശ്യയുടെ കുടുംബത്തിനടക്കം ആശങ്കയുണ്ടായിരുന്നു ഇയാൾ പുറത്തു ചാടിയതിൽ. ആ ആശങ്ക അകലുകയാണ്. ഇനിയെങ്കിലും ഈ പിടികൂടിയ പ്രതിയെ, ഇത്ര കഷ്ടപ്പെട്ട് പിടികൂടിയ പ്രതിയെ കൃത്യമായി ജയിലിൽ ചാടാതെ സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ അവിടെ സൂക്ഷിക്കാനുള്ള നടപടി ഉണ്ടാവട്ടെ. ദീപക് ധർമ്മടമാണ് ആ വാർത്ത പ്രേക്ഷകരിൽ എത്തിച്ചത്, ബ്രേക്ക് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.